നമുക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കേണ്ടി വരുന്നു. പക്ഷേ നമുക്ക് ഒരു സെക്കൻഡിനുള്ളിൽ കണ്ണിറുക്കുന്നതിനു മുൻപ് തന്നെ ലോകത്തിന്റെ മറുവശത്തെത്താൻ കഴിയുമോ? അതാണ് ടെലിപ്പോർട്ടേഷൻ, മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. ഇതുമൂലം മനുഷ്യരെ മാത്രമല്ല, വസ്തുക്കളെയും ചരക്കുകളെയും, അതായത് നമ്മുടെ കാറ്, ബൈക്ക്, നമ്മുടെ വീടിനെ തന്നെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ ടെലിപ്പോർട്ടേഷൻ സാധ്യമോ? ഭാവിയിൽ അത് പ്രാബല്യത്തിൽ വരുമോ? അതെ, നമുക്ക് നോക്കാം. സ്വാഗതം. ടെലിപ്പോർട്ടേഷൻ എന്ന ആശയം പുതിയത് അല്ല. പുരാതന കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് മനുഷ്യൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഭാരതീയ പുരാണങ്ങളിൽ അശ്വിനി ദേവന്മാർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഉടൻ സഞ്ചരിച്ചതായി പറയുന്നു. പാശ്ചാത്യ കഥകളിൽ മായാജാലങ്ങൾ വഴി ഒരിടത്തുനിന്ന് മറുചെരുവിലേക്കുള്ള യാത്രകൾ വിവരിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള പല പുരാതന സംസ്കാരങ്ങളിലും അദൃശ്യസഞ്ചാരം വലിയൊരു കൗതുകമായിരുന്നു. സയൻസ് ഫിക്ഷൻ സിനിമകളിലും പുസ്തകങ്ങളിലുമാണ് ടെലിപ്പോർട്ടേഷൻ വളരെ ജനപ്രിയമായത്. സ്റ്റാർ ട്രെക്ക് പോലെയുള്ള സിനിമകളിൽ ബീം മീ അപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ കഥാപാത്രങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റൊരു ഗ്രഹത്തിലെത്തും. മാർവൽ ലോകത്ത് ഡോക്ടർ സ്ട്രേഞ്ച് പോർട്ടൽസ് തുറന്ന് ലോകങ്ങൾ മറികടക്കുന്നു. ഹാരി പോട്ടർ ലോകത്തും അപ്പരീഷൻ വഴി ടെലിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ കഥകളെല്ലാം പ്രേക്ഷകരെ ഒരുപാട് ആകർഷിച്ചു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ശാസ്ത്രം അതിനോട് എത്രത്തോളം അടുത്തു? ടെലിപ്പോർട്ടേഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യനെ എടുത്ത് മറ്റൊരിടത്ത് വയ്ക്കുക എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ശാസ്ത്രത്തിൽ അതിന് അല്പം വ്യത്യസ്തമായ അർത്ഥമുണ്ട്. ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ, ഇതിന്റെ അടിസ്ഥാനം ശാസ്ത്രജ്ഞർ പരീക്ഷിച്ചിട്ടുള്ള ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്നാണ്. രണ്ട് കണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടാൽ അവ തമ്മിൽ എത്ര ദൂരെയായാലും ഒരാളുടെ അവസ്ഥ മറ്റൊന്നിലും ഉടൻ പ്രതിഫലിക്കും. 1997 ആദ്യമായി ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ വിജയകരമായി നടന്നു. ഫോട്ടോൺ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി. മോളിക്യുലർ ലെവൽ, മനുഷ്യശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഓരോ കോശത്തിലും DNA, മോളിക്യൂൾ, ആറ്റം ഇവയെല്ലാം സ്കാൻ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് വീണ്ടും റീക്രിയേറ്റ് ചെയ്താൽ ടെലിപ്പോർട്ടേഷൻ സാധ്യമാകും. പക്ഷേ പ്രശ്നം, മനുഷ്യശരീരത്തെ ബിൽഡ് ചെയ്യാൻ വേണ്ട സ്റ്റോറേജ് കപ്പാസിറ്റി. ഒരു മനുഷ്യനെ റീക്രിയേറ്റ് ചെയ്യാൻ ട്രില്യൺസ് ഓഫ് ഗിഗാബൈറ്റ്സ് ഡേറ്റ വേണം. എനർജി റിക്വയർമെന്റ്, 70 കിലോ ഭാരമുള്ള ഒരാളെ ആറ്റം ബൈ ആറ്റം മാറ്റാൻ വേണ്ട എനർജി ഒരു ആണവ ബോംബിന്റെ എനർജിയേക്കാൾ കൂടുതലാണ്. ചിന്തിച്ചു നോക്കൂ, ഓഫീസിലേക്കുള്ള ട്രാഫിക് പ്രശ്നങ്ങളില്ല, ലോകയാത്ര ചെയ്യാൻ വിമാനത്താവളങ്ങൾ ആവശ്യമില്ല, ഒരു ഡോക്ടർ രോഗിയെ നോക്കാൻ ഒരു നിമിഷം കൊണ്ട് തന്നെ എത്തിയാലോ? ശാസ്ത്രജ്ഞർ പറയുന്നത് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഇതിനകം തന്നെ കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ പ്രയോഗിക്കാമെന്നാണ്. ചൈന, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനകം തന്നെ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ പരീക്ഷണങ്ങൾ നടക്കുന്നു. 2017 ചൈനീസ് ശാസ്ത്രജ്ഞർ ഒരു ഫോട്ടോൺ 1400 കിലോമീറ്റർ ദൂരെയായി ടെലിപ്പോർട്ട് ചെയ്യാൻ വിജയിച്ചു. അത് മനുഷ്യനെ മാറ്റുന്നതിന്റെ ആദ്യത്തെ ചെറു ചുവടാണെന്ന് അവർ പറയുന്നു. അതായത് ഐൻസ്റ്റൈൻ്റെ E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് തെളിയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാസിനെ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എനർജിയെ തിരിച്ച് മാസാക്കിയും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ടെലിപ്പോർട്ടേഷന്റെ താക്കോൽ ഇതിനകം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ചിന്തിക്കൂ, ഒരു മനുഷ്യനെ ആറ്റം ബൈ ആറ്റം സ്കാൻ ചെയ്ത് അവിടെയുള്ള മുഴുവൻ മാസിനെ എനർജിയായി മാറ്റി ആ എനർജിയെ വെളിച്ചത്തിന്റെ വേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചു അവിടെ വീണ്ടും അത് മാസായി റീക്രിയേറ്റ് ചെയ്താൽ ടെലിപ്പോർട്ടേഷൻ തിയററ്റിക്കലി സാധ്യമാണ്. ഒരു ദിവസം മാസും എനർജിയും കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഇന്നത്തെ സ്വപ്നം നാളത്തെ യാഥാർത്ഥ്യമായി മാറും. അതുവരെ ടെലിപ്പോർട്ടേഷൻ മനുഷ്യന്റെ കൽപ്പനകൾക്ക് തീ കൊള്ളിക്കുന്ന സ്വപ്നമായി തുടരും. അങ്ങനെ നോക്കുമ്പോൾ ടെലിപ്പോർട്ടേഷൻ ഇപ്പോഴും നമ്മുടെ സ്വപ്നം മാത്രമാണ്. പക്ഷേ ഐൻസ്റ്റൈൻ്റെ E=mc² പോലുള്ള സമീകരണങ്ങൾ നമ്മോട് പറയുന്നത് മാസിനും എനർജിക്കുമിടയിൽ അത്ഭുതകരമായൊരു ബന്ധമുണ്ടെന്ന്. ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ പോലെയുള്ള പരീക്ഷണങ്ങൾ ഇന്ന് വിജയകരമായി നടക്കുന്നു. നാളെ സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മെ എവിടേക്കെത്തിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല.
ഒരു ദിവസം ഇന്ന് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ഇൻസ്റ്റന്റ് ട്രാവൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായേക്കാം. അതുവരെ ടെലിപോർട്ടേഷൻ മനുഷ്യന്റെ ഭാവനയെ ഉണർത്തുന്ന ശാസ്ത്രത്തിന്റെ ഏറ്റവും കൗതുകകരമായൊരു രഹസ്യമായി തുടരും. ഇതുപോലെയുള്ള രസകരമായ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നന്ദി. മറ്റൊരു രസകരമായ കാഴ്ചയുമായി നിങ്ങളെ വീണ്ടും കാണാം.